Welcome all. Operators in Python last class arithmetic operators, comparison operators and logical operators ഇത് മൂന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Today we can discuss assignment operators, bitwise operators, membership operators and identity operators. അതിൽ first one assignment operators. The equal sign which assign a value to a variable is the most fundamental assignment operators. Assignment operators ആയിട്ട് fundamental operator equal എന്ന് പറയുന്ന സിമ്പിളാണ്, ഈക്വൽ ടു ദ വാല്യൂ. ഇതിനോട് കൂടി നമ്മളുടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലോ ഇതെല്ലാം നമുക്ക് അസോസിയേറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇതിൻ്റെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് കിട്ടും. അത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മൾട്ടിപ്ലൈ ഈക്വൽ ടു, ഡിവൈഡ് ഈക്വൽ ടു ആൻഡ് മോഡുലോ ഈക്വൽ ടു ഇതൊക്കെയാണ്. Add and assign, subtract and assign, multiplies and assign, divides and assign, modulos and assign അതൊക്കെയാണ് അതിൻ്റെ നെയിംസുകൾ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ a ഈക്വൽ ടു 5 എന്ന് കൊടുത്തിട്ടുണ്ട്. a പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? a ഈക്വൽ ടു 5 ആണ് നമുക്ക് കിട്ടും. ഇതിനോട് കൂടി നമുക്ക് a പ്ലസ് ഈക്വൽ ടു 5, എ പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? മീനിങ് എ ഈക്വൽ ടു എ പ്ലസ് 5 എന്നുള്ളതാണ്. എ ഈക്വൽ ടു 5 നമ്മൾ പ്രിന്റ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എന്ന് കിട്ടും, എയുടെ വാല്യൂ 5 കിട്ടും. എ പ്ലസ് ഈക്വൽ ടു 5ൻ്റെ മീനിങ് എന്താണ്? എ ഈക്വൽ ടു എ പ്ലസ് 5. എനെ 5 കൊണ്ട് ആഡ് ചെയ്തിട്ട് അത് എവിടെ അസൈൻ ചെയ്യണം? എയിൽ അസൈൻ ചെയ്യണം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ആൻസർ ഇസ് 10. ഇനി എ മൈനസ് ഈക്വൽ ടു ആണെങ്കിലോ എയിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് അത് എയിൽ സെയിം അസൈൻ ചെയ്തു. സോ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ എ ഇൻറ്റു ഈക്വൽ ടു 5 മീൻസ് അപ്പോൾ ഇവിടെ എന്ത് വരും? എ ഈക്വൽ ടു എ ഇൻറ്റു 5 എന്നായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 25 ആയിരിക്കും. എ നോക്കിയാൽ ഈക്വൽ ടു 5 ആണ്. 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് എവിടെ സേവ് ചെയ്യുന്നു? എയിൽ സേവ് ചെയ്യുന്നു. സോ എ പ്ലസ് ഈക്വൽ ടു 5 മീൻസ് ആഡ് 5 ടു ദ കറണ്ട് വാല്യൂ ഓഫ് എ ആൻഡ് അസൈൻ ദ റിസൾട്ട് ബാക്ക് ടു എ. സോ നൗ എ ഈസ് ഈക്വൽ ടു 10. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സും. അടുത്തത് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ ആർ യൂസ്ഡ് ടു പെർഫോം ബിറ്റ്വൈസ് ഓപ്പറേഷൻ ഓൺ ഇൻറ്റിജേഴ്സ്. ദീസ് ഓപ്പറേറ്റേഴ്സ് വർക്ക് ഓൺ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ മാനിപ്പുലേറ്റിംഗ് ഇൻഡിവിജ്വൽ ബിറ്റ്സ്. അപ്പോൾ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ബിറ്റ് വൈസ് ആയിട്ടായിരിക്കും ബിറ്റ്വൈസ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിറ്റ്വൈസ് ആൻഡ് ഉണ്ട്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് നോട്ട്, ബിറ്റ്വൈസ് എക്സോർ, ബിറ്റ്വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്, ബിറ്റ്വൈസ് റൈറ്റ് ഷിഫ്റ്റ്. ബിറ്റ്വൈസ് ആൻഡിൻ്റെ സിമ്പിൾ നോക്കണം. ആൻഡ് ലോജിക്കൽ ഉപയോഗിച്ച് AND നല്ല എഴുതുന്നത് അതിൻ്റെ സിമ്പിളാണ് ഇവിടെ ഉപയോഗിക്കുക. ബിറ്റ്വൈസ് ഓറിന് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ബിറ്റ്വൈസ് നോട്ടിന് ഇങ്ങനെ ഒരു സിമ്പിളാണ്, നിയർലി പോലെ എഴുതുന്ന സിമ്പിൾ. എക്സോറിന് നമ്മൾ പവറിന് വേണ്ടി എഴുതുന്ന ഒരു സിമ്പിളാണ്. ബിറ്റ്വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റിന് ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പിൾ 2 തവണ എഴുതുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ 2 തവണ എഴുതുന്നതാണ് റൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഈ സിമ്പിൾസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിൽ ഫസ്റ്റ് വൺ ബിറ്റ്വൈസ് ആൻഡ് ഓപ്പറേറ്റർ. Bitwise AND operator compares each bit of the first operand with the corresponding bit of the second operand. If both bits are 1, the resulting bit is set to 1, otherwise it is set to 0. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻസിന് വേണ്ടി 2 ടേംസുകൾ വേണം. അതിൽ 2 ഓപ്പറാൻഡ്സുകൾ വേണം. ഫസ്റ്റ് ഓപ്പറാൻഡും സെക്കൻഡ് ഓപ്പറാൻഡും. ഈ 2 ഓപ്പറാൻഡിൻ്റെയും ബിറ്റുകൾ തമ്മിൽ സെയിം ആണെങ്കിൽ, രണ്ടും 1 ആണ് എങ്കിൽ നമുക്കത് എന്തായിരിക്കും? അതിൻ്റെ ആൻസർ, അതിൻ്റെ റിസൾട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 2 നമ്പേഴ്സ് എടുത്തു, 5ഉം 3ഉം. നമുക്കതിനെ ബിറ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5ൻ്റെ ബൈനറി നമുക്കറിയാം 0 1 0 1 ആണ്. അതുപോലെ തന്നെ 3യുടെ ബൈനറി 0 0 1 1 ആണ്.
ഇതിൻ്റെ രണ്ടിനെയും കൂടി ബിറ്റ് വൈസ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകാം. ആദ്യം 1ഉം 1ഉം ആഡ് ചെയ്തു. രണ്ടും 1 തന്നെയാണ്, സിമിലർ ആണ്, അതുകൊണ്ട് 1 എന്ന് അസൈൻ ചെയ്തു. 1 0 1 രണ്ടും സെയിം അല്ല, അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. 1 0 ഇവിടെ രണ്ടും 1 അല്ല, 0 ആണ്. 0 0 അഗെയിൻ രണ്ടും 1 അല്ല, സോ വി ആർ സെറ്റ് ഇറ്റ് ടു 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 0 0 0 1. അതെന്താണ് ആൻസർ? എന്താണ് ആൻസർ? രണ്ടും കൂടെ ഇതിൻ്റെ 0 0 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അങ്ങനെയാണ് നമുക്ക് 1 ആൻസർ കിട്ടുന്നത്. അടുത്തത് ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്റർ ആണ്. The bitwise OR operator compares each bit of the first operand to the corresponding bit of the second operand. If at least one bit is 1, the result is 1. Otherwise, it is 0. ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഗെയിൻ 5ഉം 3ഉം തന്നെയാണ്. 5ൻ്റെ ബൈനറി 0 1 0 1 ആണ്. 3 0 1 1 ആണ്. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം 1 ആണ്, സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0യും 1ലും ഏതെങ്കിലും ഒരെണ്ണം 1 ആണ്, ഔട്ട്പുട്ട് 1 ആണ്. 1 0 അഗെയിൻ 1 ആണ്, ഏതെങ്കിലും ഒരെണ്ണം 1 ഉണ്ട്, 1 ആണ്. 0 0 രണ്ടിലും 1 ഇല്ല, സോ ഇറ്റ് ഈസ് 0. നമുക്ക് കിട്ടിയ ആൻസർ 0 1 1 1 1 1 1 എന്ന് പറയുന്ന ബൈനറി ഏതിൻ്റെയാണ്? 7ൻ്റെതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5ഉം 3യും കൂടി ഓർ ചെയ്തു. ഓർ ചെയ്യാനുള്ള സിമ്പിൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. സിമ്പിൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ? റിസൾട്ട് 7 എന്ന് കിട്ടി. അടുത്തത് ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്. നോട്ട് ഓപ്പറേറ്റേഴ്സ് ഇച്ചിരി ശ്രദ്ധിച്ചാലാണ് നമുക്കത് മനസ്സിലാവുക. നമുക്കറിയാം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണുള്ളതെങ്കിൽ അതിനെ 0 ആക്കണം, 0 ആണുള്ളതെങ്കിൽ 1 ആക്കണം. ഫ്ലിപ്പിംഗ് ദ ബിറ്റ്സ് ആണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോട്ടിന് നമുക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ നമുക്കറിയാം. ഇങ്ങനെ ഒരു ചെറിയൊരു സിമിലാരിറ്റി എന്ന് പറഞ്ഞൊരു സിമ്പിളാണ്. സിമിലർലി എന്ന് നിയർലി എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക, ഇങ്ങനെ ഒരു സിമ്പിൾ. സോ നോട്ട് 5 എന്ന് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു സൈൻ ബിറ്റിനെ കൺസിഡർ ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് +5 ആണല്ലോ, +5നെ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. +5നെ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? -5 ആയിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ ഇതിൽ ഒരു സൈൻ ബിറ്റ് ഉണ്ട്. ഇവിടെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 0 ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് എന്താണ്? നമ്മുടെ ബൈനറിയുടെ കേസിൽ 1 ആണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാ കേസിലും എടുക്കാറ്. അപ്പോൾ ഇവിടുത്തെ സൈൻ ബിറ്റ് നമുക്ക് 0 ആണ്. ഇനി 5ൻ്റെ ബൈനറി എന്താണ്? 1 0 1 ആണ്. ഇനി ഇതിനെ നമ്മൾ ബിറ്റ് വൈസ് നോട്ട് ചെയ്യുന്ന സമയത്ത് 0 എന്തായി മാറും? 1 ആയി മാറും. 1 0 1 എന്തായി മാറും? നോട്ട് ചെയ്താൽ 0 1 0 എന്നാവും. അപ്പോൾ ഇപ്പോൾ സൈൻ ബിറ്റ് എന്തായി മാറി? 1 ആയി മാറി. സൈൻ ബിറ്റ് 1 ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണണം. അതാണ് റൂൾ. അപ്പോൾ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് 0 1 0യുടെ 2's കോംപ്ലിമെൻറ്റ് എന്താണ്? 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1's കോംപ്ലിമെൻറ്റ് ചെയ്ത് 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ഒരു തവണ കോംപ്ലിമെൻറ്റ് ചെയ്യുക, അതായത് ഒരു തവണ ഇൻവേർട്ട് ചെയ്യുക, അതിനുശേഷം 1 ആഡ് ചെയ്യുക. അപ്പം 0 1 0യെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 0 1 കിട്ടും. ഇതിനോടുകൂടി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 0 1 1 0 എന്ന് കിട്ടും. 1 1 0 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ബൈനറിയാണ്? നമുക്കറിയാം 6ൻ്റെ ബൈനറിയാണ്. സോ -6 ആയിരിക്കും ആൻസർ. അങ്ങനെയാണ് -6 കിട്ടുന്നത്. നോട്ട് ചെയ്യുമ്പോൾ 5ൻ്റെ നോട്ട് -5 അല്ല വരുന്നത്. ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പം ഈ ഒരു പ്രൊസീജിയറിലൂടെ പോകണം. ഒന്നുകൂടെ പറയാം. നമുക്ക് പോസിറ്റീവ് ആണ് നമ്മളുടെ നമ്പർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ സൈൻ ബിറ്റ് 0 ആണ്. മറ്റതിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുക. 5നെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതുന്നു. അതിനുശേഷം 0 ആണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? നോട്ട് ചെയ്യുന്നു. അപ്പോൾ 0 1 ആയി മാറുന്നു. 1 0 1 നോട്ട് ചെയ്യുമ്പം 0 1 0 എന്നായി മാറുന്നു. ഇവിടെ സൈൻ ബിറ്റ് 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 2's കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ 0 1 0യുടെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1's കോംപ്ലിമെൻറ്റ് ചെയ്ത് 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 1's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെ നോട്ട് ചെയ്യുക, അതിനോട് ശേഷം 1 ആഡ് ചെയ്യുക. ഇനി നമ്മളുടെ ടേം
പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് നോട്ട് ചെയ്യേണ്ട ടേം നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -5 ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സൈൻ ബിറ്റ് എന്തായി മാറി? 1 ആണ്. 5ന്റെ ബൈനറിക്ക് ചേഞ്ച് ഒന്നുമില്ല, 101 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സൈൻ ബിറ്റ് 1 ആയിരിക്കുകയാണ്. ആദ്യമേ സൈൻ ബിറ്റ് 1 ആണ്. 1 ആയതുകൊണ്ട് ഫസ്റ്റ് അതിനെ 2's കോംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ നോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 101ൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ത് വരും? 1's കോംപ്ലിമെൻറ്റ് ചെയ്ത് 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 101നെ 1's കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിന് നേരെ ഫ്ലിപ്പ് ചെയ്യുക, 010 കിട്ടും. ഇതിനോടുകൂടി 1 ആഡ് ചെയ്യുക, അപ്പം 011 കിട്ടും. ഇതിന് ശേഷം എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അപ്പോൾ 011നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. നമ്മുടെ ഇവിടെ നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ, അപ്പോൾ ആൻസർ എന്തായിട്ട് കിട്ടും? പോസിറ്റീവിൽ കിട്ടും. 100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് കിട്ടുക? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4ൻ്റെ ബൈനറിയാണ്. ചെക്ക് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ആൻസർ 4 ആയിരിക്കും. അപ്പോൾ സൈൻ മൈനസ് ആണെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു? സൈൻ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ 2's കോംപ്ലിമെൻറ്റ് ചെയ്തു, അതിന് ശേഷമായിരിക്കും നോട്ട് ചെയ്യുക. 2's കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 101നെ മാത്രം 2's കോംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഈ 1 സൈൻ ബിറ്റ് ചേഞ്ച് ചെയ്ത് എന്തായി മാറും? 0 ആയി മാറും. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒന്നുകൂടെ കേട്ട് പഠിക്കുക. അടുത്തത് ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേഷൻ ആണ്. എക്സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോർ കമ്പയർസ് ഈച്ച് ബിറ്റ് ഓഫ് ഫസ്റ്റ് ഓപ്പറാൻഡ് ടു ദ കറസ്പോണ്ടിങ് bit of the second operand. If the bits are different, then result is 1. If they are same, the result is 0. രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിലാണ് 1 വരിക, രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ രണ്ട് ബിറ്റ് 5ഉം 3ഉം തന്നെയാണ്, സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ രണ്ടും സെയിം ആണ്, സോ ആൻസർ 0 ആയിരിക്കും. സെക്കൻഡ് കേസിൽ രണ്ടും ഡിഫറെൻ്റ് ആണ്, 1 ആയിരിക്കും. ഈ കേസിലും ഡിഫറെൻ്റ് ആണ്, 1 ആയിരിക്കും. ഈ കേസിൽ സെയിം ആണ്, അതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ 110 എന്ന് പറയുന്നത് ഏതിൻ്റെ ബൈനറിയാണ്? 6ൻ്റെ ബൈനറിയാണ്. ഇനി അവസാനത്തെ രണ്ടെണ്ണം ഷിഫ്റ്റിംഗ് ആണ്. ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. The bits of the first operand to the left by specified number of position 0 are added to the vacant position of the right side. ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ 5ന് ലെഫ്റ്റ് ഷിഫ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിറ്റ്, ഇത് എത്ര ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഒരു ബിറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ 5 നമുക്കറിയാം 0101 ആണ്. ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ 1 ഇങ്ങോട്ടേക്ക് വരും, അടുത്ത 1 അടുത്ത 0 ഈ പൊസിഷനിലേക്ക് വരും, 1 ഈ പൊസിഷനിലേക്ക് വരും. അപ്പോൾ റൈറ്റ് പൊസിഷനിൽ എന്ത് ചെയ്യണം? 0 ആഡ് ചെയ്യണം. 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ 1010 10 ആണ്. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ത് തന്നെയായിരിക്കും? ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ അപ്പോൾ എന്തായിരിക്കും? റൈറ്റിലേക്ക് ഓരോ ബിറ്റും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റിൽ ഒരു പൊസിഷൻ വേക്കൻ്റ് ആയിരിക്കും, അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ 0 ഫില്ല് ചെയ്യും. അപ്പോൾ നോക്കാം, 0101 ഒരു ബിറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് 0 റൈറ്റിലേക്ക് വരും, 1 ഈ പൊസിഷനിൽ വരും, 0 ഈ പൊസിഷനിൽ വരും. അപ്പോൾ ലെഫ്റ്റ് വേക്കൻ്റ് ആകുന്ന സ്ഥലത്ത് അവിടെ 0 ആഡ് ചെയ്യും. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 10 ഇറ്റ് ഈസ് 2 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏതൊക്കെ? ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ്. രണ്ട് ഓപ്പറേറ്റേഴ്സേ ഉള്ളൂ, ഇന്നും നോട്ടിനും. എക്സ് ഇൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻ വൈ. ദിസ് റിട്ടേൺസ് ട്രൂ ഇഫ് എക്സ് എക്സിസ്റ്റ് ഇൻ സീക്വൻസ് ഇൻ വൈ. വൈയിൽ എക്സ് ഉണ്ടെങ്കിൽ അത് ട്രൂ എന്ന് പറയും. നോട്ടിൻ ആണെങ്കിലോ, എക്സ് നോട്ട് ഇൻ വൈ എന്നാണെങ്കിലോ, ദിസ് റിട്ടേൺസ് ട്രൂ ഇഫ് either x does not exist in sequence in y. അത് ആ സീക്വൻസ് വൈയിൽ ഇല്ല എങ്കിൽ അത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. അപ്പം നമുക്ക് നോക്കാം, എക്സും ഇന്നും നോട്ടിനും ഒറ്റ പ്രോബ്ലത്തിൽ ഒറ്റ എക്സാമ്പിളിൽ ചെക്ക് ചെയ്ത് നോക്കാം. എക്സിന് ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ LLO എന്ന് പറയുന്നത് എക്സിലുണ്ടോ? ഇൻ എക്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി ഹലോ എന്ന് പറയുന്ന ടേം എക്സിലുണ്ടോ? ഉണ്ട് എങ്കിൽ ഇവിടെ എച്ച് ക്യാപിറ്റൽ ആണ്, ഇവിടെ എച്ച് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് സ്മോൾ ആണ്. അപ്പോൾ ഇവിടെ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും? ഫോൾസ് എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. വേൾഡ് എന്ന് പറയുന്ന ടേം എക്സിലുണ്ടോ? അതുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? ട്രൂ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ആൻസേഴ്സ് ഇവിടെ കാണാം, ട്രൂ, ഫോൾസ്, ട്രൂ ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിലാണ് നോട്ട് ഇൻ. യെല്ലോ എന്ന് പറയുന്ന ടേം നോട്ടിനിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്?
യെല്ലോ എന്ന് പറയുന്ന ടേം ഇല്ല എങ്കിലാണ് അത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഹെല്ലോ എന്ന് പറയുന്ന ടേം, അതായത് സ്മോൾ h e അല്ലല്ലോ, നോട്ട് ഇൻ എക്സ്. അപ്പം ഇല്ല എങ്കിലാണ് എന്ത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യുന്നത്? ഇല്ല എങ്കിലാണ് അത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം സ്മോൾ h എന്ന് തുടങ്ങുന്ന ടേം ഇവിടെ ഉണ്ടോ? ഇല്ല. ഇല്ല എങ്കിൽ അതെന്തായിരിക്കും? ട്രൂ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. വേൾഡ് എന്ന് പറയുന്ന WORLD അത് ഇതിനകത്ത് ഉണ്ട്. ഇല്ല എങ്കിലാണ് അത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമുക്ക് അടുത്തതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസിൽ ട്രൂ ഫോൾസ് ട്രൂ ആയിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്നത്. സോ ഫോൾസ് ട്രൂ ഫോൾസ് എന്ന് കിട്ടും. അടുത്തത് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഈസും ഈസ് നോട്ടും. അപ്പോൾ എക്സ് ഈസ് വൈ. അപ്പോൾ എക്സ് ഈസ് വൈ ആണ് എങ്കിൽ, രണ്ടും സെയിം ആണ് എങ്കിൽ എന്തായിരിക്കും? ട്രൂ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. ഈസ് നോട്ട് അല്ല എങ്കിലായിരിക്കും ഇത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൽ ടു ബ്രെഡ് എന്ന് കൊടുത്തു, വൈ ഈക്വൽ ടു ബ്രെഡ് എന്ന് കൊടുത്തു, ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് പറഞ്ഞു, വൈ ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് പറഞ്ഞു. ഇനി എക്സ് ഈസ് ഇസഡ് ആണ് ചോദിച്ചു. എക്സ് ഈസ് ഇസഡ് ആണോ? എക്സിന് ബ്രെഡ് എന്ന് കൊടുത്തിരുന്നു, ആ ബ്രെഡ് എന്ന് പറയുന്ന വാല്യൂ ഇസഡിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആണല്ലോ. സോ അപ്പോൾ അതെന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ട്രൂ എന്ന് പ്രിന്റ് ചെയ്യണം. അടുത്തത് എക്സ് ഈസ് നോട്ട് വൈ. എക്സ് വൈ അല്ല. ഇവിടെ എക്സ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ വൈന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ഈസ് നോട്ട് വൈ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. എന്തുകൊണ്ടാണ്? എക്സിൻ്റെ വാല്യൂ വൈന് അസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ എക്സ് ഈസ് വൈ ആണ്. സോ അപ്പോൾ നോട്ട് വൈ എന്നാണോ എന്നാണ് ചോദിക്കുന്നത്. നോട്ടാണോ? അല്ല. അപ്പോൾ എന്ത് കിട്ടും? അത് ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതൊന്ന് കമൻറ്റ് ചെയ്യാം. അതായത് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ളത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ, വൈ ഈക്വൽ ടു എക്സ് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും? എക്സ് ഈസ് നോട്ട് വൈ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ വൈക്ക് അസൈൻ ചെയ്താൽ മാത്രമാണ് അത് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യും. എന്ത് പ്രിന്റ് ചെയ്യും? ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. സോ താങ്ക് യു.